ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മത്തി മുളകിട്ടതാണ്. ഇത് നമ്മൾ അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി ചെയ്തെടുക്കുന്ന ഒരു മത്തിക്കറിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ മത്തിയല്ല, ഇടത്തരം ടൈപ്പിലുള്ള മത്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി വലിയ മത്തിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1-2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുടംപുളിയാണ്. ഒരു 4 കഷ്ണം കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുണ്ട് ഈ പുളിക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ നിന്ന് ഞാനൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഈ മീൻകറിയിലേക്ക് ഈ പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ പൊടികൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ, എല്ലാം കൂടി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകും. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവാപ്പൊടി നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, പൊടികളെല്ലാം കൂടി. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മീൻകറി വെച്ചാലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മൺചട്ടി ഈ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ ചട്ടിക്ക് അതിൽ നല്ലതുപോലെ തീ കയറും. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ ഇട്ട് വെച്ച് നമ്മളിത് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കടുകൊക്കെ നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10-15 വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി നമ്മൾ ഇതേ രീതിയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഈ വെളുത്തുള്ളി ചേർത്തിട്ട് മീൻ കറി വെക്കുമ്പോഴേ. അപ്പോൾ അതാണ്ട് വെളുത്തുള്ളി ചെറിയ രീതിയിലൊന്ന് വഴണ്ടു വന്നപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകും 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്തെടുക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ പൊടികൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ തന്നെ മൂത്ത് കിട്ടും. അല്ലാതെ നമ്മൾ ഓരോ സ്പൂണോ വെച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത് ആദ്യം ഇടുന്ന പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ നമ്മൾ ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് മാത്രം വേണം ഇത് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടാണ് നല്ല രീതിയിൽ ഞാനിതൊന്നും ഇളക്കി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പൊടികളെല്ലാം നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് പുളി ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക.
വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണിത് കേട്ടോ. നല്ല ടേസ്റ്റുമാണിത്. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിലൊന്ന് തിളയ്ക്കാറായാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്, തിള തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. നമ്മൾ മീൻ എപ്പോഴും കറി വെക്കുമ്പോഴേ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ കറി വെക്കാൻ. പതുക്കെ ഇരുന്നത് വെന്ത് വരണം, അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയ തീയിലിരുന്നിട്ട് നല്ലതുപോലെ തിളച്ച് വറ്റി നല്ല രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ തവിയോ സ്പൂണോ ഒന്നും ഉപയോഗിച്ചൊന്നും ഇളക്കരുത്, ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്നിട്ട് 1-2 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു വെച്ച് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് തുറന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ കുറുകി നല്ല വറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നെയ്യുള്ള മത്തിയാണിത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി ഒന്ന് ചുറ്റിച്ചു വെക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ വറ്റിച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഉലുവപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലപോലെ നല്ല കുറുകി നല്ല തിക്കായിട്ട് തന്നെ ചാറ് കിട്ടും. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തുറന്ന് വെച്ചിട്ട് ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇത് കുക്ക് ചെയ്ത് അന്നേരം തന്നെ നമ്മൾ സെർവ് ചെയ്യരുത് കേട്ടോ. നമ്മളത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് നമ്മൾ സെർവ് ചെയ്യാവൂ. അപ്പോൾ ഇതിനൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഇപ്പോൾ നമ്മുടെ സ്റ്റൗ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിളയൊക്കെ ഒന്ന് അടങ്ങി നല്ല രീതിയിൽ നല്ലതുപോലെ വറ്റി മീൻകറി കിട്ടുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മീൻകറി താണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കളറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്യണം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.